ഓക്കെ. ഇന്ന് നമ്മളിപ്പോൾ പറയാൻ പോണത് ഈ ഗൂഗിൾ ഡോക്സിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇമേജുകളൊക്കെ കൊണ്ടുവരുന്നത്, ഇമേജ് എവിടെ നിന്ന് എടുക്കാന്നൊക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ ഡോക്സ് എടുത്തു. ഇതാണ് ഡോക്സ്. ഇവിടെ ധാരാളം ഫയലുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫയൽ എടുക്കാൻ നമുക്ക്. ഡോക്ക് ഡോക്ക് രശ്മി വിശാൽ ഇതെന്തായാലും നോക്കട്ടെ. ഇഗ്നോർ. ഇത് പക്ഷേ നമ്മളെ സ്കൂളിൽ അങ്ങോട്ട് പരീക്ഷ എഴുതാം, അപ്പം അത് വേണ്ട. ഞങ്ങൾ വലിയൊരു വിദ്യാലയം എൻ്റെ. ഓക്കെ. വിദ്യാലയം എൻ്റെ വിദ്യാലയം ചെറുക്കര വിദ്യാലയം. ഇപ്പം ഇതൊരു കവിതയാണെന്ന് തോന്നുന്നു. അപ്പം ടൈപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു കവിത, അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂ ടൈപ്പ് ചെയ്തുകൊണ്ട് പോവുക. ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മളിത് പ്രിന്റ് എടുക്കുമ്പോൾ കാണുന്ന വ്യൂവിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ലേഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഇതൊറ്റ പേജേ ഉള്ളൂ. എത്ര പേജാണെങ്കിലും ഇതിനകത്തോട്ട് ഇങ്ങനെ സേവ് ചെയ്ത് പോവാം. ഓക്കെ. ഇനി പുതിയ ഫയൽ ഉണ്ടാക്കണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ന്യൂ ഡോക്ക് ഫയൽ, ന്യൂ വേർഡ് ഫയൽ, ക്രിയേറ്റ് ടെംപ്ലേറ്റ് നമ്മൾ കൊടുക്കേണ്ട. ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കാം, ഇത് അല്ലെങ്കിൽ ഇത് കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ ന്യൂ ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മളിപ്പോൾ എടുത്ത് അവസാനം ഓപ്പൺ ആക്കിയ ഫയൽ വിദ്യാലയം. അപ്പോൾ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ അടുത്ത വരി ഇതാണ് കഴ്സർ, ഇതോടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് എനിക്കൊരു ചിത്രം ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഞാൻ എടുത്ത് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിർത്തിയതിന് ശേഷം ഇത് ആദ്യം എഡിറ്റിംഗ് മോഡിലോട്ട് മാറ്റി. അപ്പോൾ കീബോർഡൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കഴ്സർ ഇവിടെ നിന്ന് ഞാൻ വീണ്ടും ഒരു എൻ്റർ കൊടുത്ത് ഇവിടെ എനിക്ക് അത്യാവശ്യം സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുപോയി കഴ്സർ വെച്ചതിന് ശേഷം ഇവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടേബിൾ ഉണ്ട്, ഇമേജ് ഉണ്ട്, ടേബിൾ ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻ വേണമെങ്കിൽ അതിടാം, പേജ് ബ്രേക്ക്. ഇത് അടുത്ത പേജ് വേണമെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് പുതിയ പേജാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പേജ് ബ്രേക്ക് കൊടുക്കാം, പേജ് നമ്പർ ഇടാം. കുറേ ഓപ്ഷൻസ് ഉണ്ട്. നാം ഫുട് നോട്ടും കൊടുക്കാം. ഫുട് നോട്ട് വെച്ചാൽ എല്ലാ പേപ്പറിൻ്റെ അടിയിലും ആ കണ്ടന്റ് വരും. ഫുട് നോട്ട് റിട്ടേൺ വയ്യ അങ്ങനെ വേണമെങ്കിൽ കൂടെ കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഇമേജ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് കൊണ്ടുവരണം. ഫ്രം ഫോട്ടോസ്, ഫ്രം ക്യാമറ, ഫ്രം വെബ്. അപ്പോൾ വെബിൽ നിന്നും എടുക്കാം. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ളൊരു ഫോട്ടോ എടുത്തുകൊണ്ട് വരാം ആദ്യം. ഇവിടെ ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ. ഞാനിപ്പോൾ ഈ തക്കാലം ഒരു ബീച്ചിൻ്റെ പടം കൊണ്ടുവരികയാണ്. കണ്ട ആ പടം ഇവിടെ വന്നണ്ട, ആ പടം ഇവിടെ വന്നു. പടം വന്നുണ്ട് മനോഹരമായിട്ട്. ഇനി ഈ പടം നമുക്ക് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പടം ഇപ്പോൾ തക്കാലം ആഡ് ചെയ്ത് തരിക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പടം വലുതായിട്ട് കാണുകയാണ്. ഇത് നമ്മൾ പ്രിന്റ് ലേഔട്ടിൽ വരണം. അപ്പോൾ ഈ പടത്തിന് 4 സ്ട്രിപ്പും ഇങ്ങനെ സ്ഥലം കിടക്കുന്നുണ്ടോ, ഇങ്ങനെ വലിച്ച് വലുതാക്കാൻ കണ്ടോ, പടം വലുതാവുന്നുണ്ടോ, ഇങ്ങനെ വലിച്ച് ചെറുതാക്കാൻ കണ്ടോ. ഇപ്പോൾ കണ്ടോ പടം വലുതാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം. കണ്ടോ ഇവിടെ ഒരു സാധനം കണ്ടോ, ഇത് ഇങ്ങനെ പിടിച്ചാൽ പടം ഇങ്ങനെ കറക്കാം. കണ്ടോ, അടിപൊളിയല്ലേ. ഏത് ഡിഗ്രിയിലും പടം നമുക്ക് കൊണ്ടുപോകാം. കണ്ട ഞാൻ അതെടുത്ത് ഇങ്ങനെ തല തിരിച്ചു വെച്ചു. കണ്ട വീണ്ടും അതിങ്ങനെ വിളിച്ചു. കണ്ട അപ്പോൾ അതെൻ്റെ പടം എങ്ങനെ എഴുതുന്നത്. അപ്പോൾ വീണ്ടും തലരിഞ്ഞ് പോയി. അപ്പോൾ ഞാൻ ഇത് കറക്റ്റ് ലെവൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച്. കണ്ടാ ചെറിയ ചെരുവുണ്ട്, അത് കുഴപ്പമില്ല. ഇനി ഇത് ഇങ്ങോട്ട് വലിച്ച് നീട്ടി ഇത് ഇച്ചിരി ഇങ്ങോട്ട് കൊണ്ടുവന്നു. വേണ്ട, അപ്പം വീണ്ടും വലുതാക്കി. ഇനി ഈ പടം എനിക്ക് നടുക്കോട്ട് കൊണ്ടുവരണം. അതിനു വേണ്ടി എന്താ വേണം, പടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത് കണ്ട ലെഫ്റ്റ് ഇപ്പം എഴുത്ത് പടത്തിനകത്തായിപ്പോയി. അപ്പോൾ അത് വേണ്ട, ഓപ്ഷൻ അല്ല. ഈ പടം നമുക്ക് നടുക്ക് കൊണ്ടുവരണമെങ്കിൽ പടം നടുക്കോട്ട് കൊണ്ടുവരാം. നടുക്കൊണ്ടെങ്കിൽ ഞെക്കി പിടിച്ചിട്ട് ഞെട്ടി നീക്കി കൊടുത്താൽ കണ്ട പടം ഇഞ്ചി താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ താഴോട്ട് കൊണ്ടുവരാം. കണ്ട പടം ഇവിടുന്ന് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇതാ അവിടെ കൊണ്ടുവരാം. കണ്ട ഈ പടം എങ്ങനെ എന്താണ് നമുക്ക് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത പടം വേണമെങ്കിൽ അടുത്ത പടം നമ്മളിവിടെ നിൽക്കുക. ഇവിടെ നിന്നിട്ട് അടുത്തൊരു പടം എന്താ, വീണ്ടും ഒരു പടം ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. വീണ്ടും ഇമേജിൽ നിന്ന് ഫ്രം ഫോട്ടോസിൽ നിന്ന് ഇതെടുത്ത് കൊണ്ടുവന്നു. ഇതെന്താണ് നിൽക്കുന്നുണ്ട്, ആ പടം കൊണ്ടുവന്നു. അപ്പോൾ ആ പടം എന്താ ഇവിടെ അങ്ങോട്ടാണ് വന്നത്. ഇതിൻ്റെ അടിയിലാണ് ആ പടം വന്നത്. ഇപ്പം ആഡ് ചെയ്ത പടം ഇതിൻ്റെ അടിയിലാണ് വന്നത്. അത് കാണുന്നത് ഇവിടെ ഒരു ചെറിയ തെളിച്ചം പോലെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇതങ്ങ് നീക്കി കൊടുക്കുക. കണ്ട അപ്പോൾ അതുകൊണ്ട് അവിടെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ കഴ്സർ ഇരുന്ന അവിടെയല്ലേ, അതുകൊണ്ടാണ് നമുക്ക് അവിടെ തന്നെ പുതിയ പടം വരും. അപ്പോൾ നമ്മൾ ഇത് നീക്കി കൊടുക്കണം. എന്നിട്ട് കണ്ട ഈ പടം അവിടെ കൊണ്ടുവച്ച്, എന്നിട്ട് ഈ പടം നമ്മൾ സൈസ് അങ്ങ് ചെറുതാക്കി, എന്നിട്ട് ഇതിനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ച് എങ്ങനെ ഇരിക്കണ്. അപ്പം കണ്ട ഇപ്പം പടം അങ്ങ് പുറത്ത് പോയില്ലേ. അപ്പം ഞാനിത് പൊക്കി. ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്താലും മാറ്റം വരുന്നെങ്കിൽ ഇവിടെ കണ്ട അണ്ടു കൊടുത്താൽ മതി. കണ്ട
അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിച്ച് അലൈൻമെന്റ് മാറിപ്പോയി. അപ്പോൾ അണ്ട് കൊടുത്ത് കണ്ട. അപ്പോൾ ഇനി ഇതങ്ങ് ഇപ്പുറത്തെ പേജിൽ വന്നു പോയി. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഈ പടത്തിന് വലിപ്പം കൂടുതലാണ്, ഇതിനെ അങ്ങ് ചെറുതാക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് കണ്ട അങ്ങ് ചെറുതായി കണ്ട. ഓക്കെ, ആ പടം ചെറുതായി. ആ പടം ചെറുതായപ്പോൾ 2 പേജിലായിട്ട് വന്നിട്ടുണ്ടോ? അപ്പോൾ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വലിച്ച് ഇവിടുത്തെ അനാവശ്യ സ്പേസ് എല്ലാം നമ്മളങ്ങ് കളയാൻ പോവുക. ഇത് ഇച്ചിരി പണിയുള്ളതാണ് കണ്ട. ഇത് കഴ്സർ കൊണ്ട് ചടച്ച് വലിച്ച്. ഇനി ഈ പടത്തിന് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ഇപ്പോഴും ആ പടം ഇപ്പം 2 പടം ഒന്നിൽ വന്നില്ലേ? ഓക്കെ. ഇപ്പം ഇവർ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട് കണ്ട. അപ്പോൾ എല്ലാം വന്ന്. ഈ പടം പക്ഷേ 2 പേജിലായിട്ടാണ് വരുന്നത്, കാരണം ഇത് വലിപ്പം കൂടുതലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് ചെറുതാക്കണം. ചെറുതാക്കി കൊണ്ടുപോയാലും പടം വലുതായിട്ട് വരുന്നുണ്ട്. വലുതായിട്ട് വന്നാൽ കുഴപ്പമില്ല, നമുക്കത് 2 പേജിലായിട്ട് വരുമെന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് പടം നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പടം ഇവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ ടേബിൾ എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ഫ്രം വെബ് എന്ന് പറയുന്നുണ്ട്. ഫ്രം വെബ് എടുത്ത് നോക്കാം. ഇത് വെബ് എത്തി. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പം എന്താണ്? എ ബ്ലാക്ക് ഫ്ലവർ, ബ്ലാക്ക് റോസാപ്പ്, എ ബ്ലാക്ക് റോസ് ഫ്ലവർ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ നല്ല പടങ്ങളും റോസാപ്പൂവിൻ്റെ നല്ല മനോഹരമായ പടങ്ങൾ വന്നു. നമ്മളിതിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് ഡാറ്റ എടുക്കുകയാണേ. ഇവിടുന്ന് ഈ ഒരു പടം ഞാൻ എടുത്തു. കണ്ടോ? ആ പടമൊക്കെ അപ്പോൾ ഈ പടം എടുത്തു. ഈ പടം ഞാൻ എടുക്കാം നമുക്ക്. ഈ പടം നമുക്ക് വന്നാൽ നോക്കാം. അതിന് ഈ 2 പടം ഞാനങ്ങ് എടുത്ത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുന്നതിന് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ്. ഇത് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ട് റീപ്ലേസ് ഇമേജ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്. നമുക്ക് ഡിലീറ്റ് ചെയ്ത്. അപ്പോൾ ഇനി ഇവിടെ വീണ്ടും ഇവിടെ ഒരു ഇമേജ് ഇല്ലേ? അപ്പം ഞാൻ ഇവിടെ നിൽക്കുകയാണ്. വീണ്ടും നമ്മൾ ഇവിടെ പോകുന്നു. എന്നിട്ട് സെർച്ച് ലിങ്ക് ഉണ്ട്. നമ്മളിനി ഇമേജ് എടുക്കുന്നു. ഇമേജ് ഫ്രം വെബ് എടുക്കുന്നു. നേരത്തെ സെർച്ച് ചെയ്ത സാധനം ഇവിടെ കിടപ്പുണ്ട്, അത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. നല്ലൊരു പടം ഇതിൽ നിന്ന് ചൂസ് ചെയ്യുന്നു. നമ്മളിപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പടം, ഞാനിതെടുത്തു. ഈ പടം എടുത്തേ. എന്നിട്ട് ഈ പടം ഇനി നമ്മൾ അവിടെ കൊണ്ടുവരണം. അതിനിവിടെ സേവ് ആണെന്ന് തോന്നുന്നു. സേവ് കൊടുക്കാം. അപ്പോൾ സേവ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഗൂഗിൾ അക്കൗണ്ടൊക്കെ ലോഗിൻ ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മൾ ഇമെയിൽ ഐ ഡി ഒന്ന് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി ഒന്ന് ജസ്റ്റ് ഇവിടെ കൊടുക്കാൻ പോവാണ്. എൻ്റെ ഇമെയിൽ ഞാൻ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇമെയിൽ ഒന്ന് എടുക്കാം. നമ്മൾ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ കോഡ് വരും. അപ്പോൾ ഈ കോഡ് ഇപ്പം എനിക്കിവിടെ കോഡാണ് വരുന്നത്. ചിലപ്പോൾ നമ്മൾ പാസ്വേഡ് ചോദിക്കും. കോഡ് വന്ന സ്ഥിതിക്ക് അതിവിടെ ടൈപ്പ് ചെയ്യണം നമ്മൾ. അപ്പം 55 വന്നതെന്ന് തോന്നുന്നു. നോക്കട്ടെ. യെസ് ഐ ആം ഇൻ കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ വന്ന് 55 ക്ലിക്ക് ചെയ്യാണ്ട. അപ്പോൾ അത് സൈനായി. സൈനിനായി. അപ്പം ഇനി നോക്കട്ടെ ആ ചിത്രം. ഇപ്പം നമ്മളിപ്പം ചിത്രം ഉണ്ടല്ലോ, ഈ ചിത്രം എടുത്തു. നമ്മൾ ആ ഇമേജ് സേവ് കൊടുത്തു. സേവ് കൊടുക്കുമ്പോൾ ഒരു നെയിം കൊടുക്കാം, ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് അപ്പം നമുക്ക് അത് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ ആൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇമേജ് ഫ്രം വെബ്, നമ്മൾ നേരത്തെ അടിച്ച ഒരു ബ്ലാക്ക് റോസ്. ഇവിടെ നിന്ന് ഇമേജ് എടുക്കാം, അല്ലെങ്കിൽ വെബ് എടുക്കാം. പിന്നെ വെബ് ഇമേജ് നമുക്ക് കിട്ടി. നമുക്ക് ഈ ഇമേജ് എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ നമ്മുടെ ഇതിലോട്ട് കൊണ്ടുവരണം. ഇമേജ് കിട്ടി.
ആകട്ടെ, ഇതേത് ഇമേജ്? ഇതും കൂടി നമ്മൾ ഇവിടെ താഴത്തെ പേജിൽ ഒരു ഇമേജ് കിടപ്പുണ്ട്. ഈ ഇമേജും കൂടി നമ്മൾ നമുക്ക് ഇവിടെ ഒരു ഇമേജ് കിടക്കുന്നുണ്ടോ? അത് പോയി. അത് നേരത്തെ വന്നു കിടന്നതാണ്. അപ്പം അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ കുറച്ചുകൂടെ സ്പേസ് കൊടുത്തു. മറ്റേ ഇമേജ് അത് കാണിച്ചാണ്, ഇപ്പോൾ പോയി. വീഡിയോ ഒക്കെ ഇച്ചിരി ദൈർഘ്യം കൂടും, കുഴപ്പമില്ല. പഠിക്കുന്നുണ്ട്. നമ്മൾ സമയത്ത് കട്ട് ചെയ്ത് എടുക്കണം. ഞാനും ഇത് പഠിക്കുകയാണ്. അപ്പം ഫ്രം ഫോട്ടോസ് അല്ലാതല്ല, ഫ്രം നമുക്കിപ്പം ഇത് എങ്ങനെയെങ്കിലും ഇമേജ് മറ്റേന്ന് എടുത്താലേ എളുപ്പമുള്ളൂ. അപ്പം നമുക്ക് അത് തന്നെ പഠിക്കാം. ഇമേജ് ഫ്രം വെബ്, നമ്മൾ നേരത്തെ അടിച്ച പടം ഇവിടെ ഉണ്ട്. അത് ഞാൻ വെച്ചെടുത്ത് നമ്മൾ പടങ്ങളും കിട്ടി. ഈ പടം നമുക്ക് അവിടെ കൊണ്ടുവരണം. അതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം ഇമേജ് നമുക്കിവിടെ കിട്ടും. അത് പക്ഷേ ഇവിടെ വന്നില്ല. ആ ഇമേജ് ആണോ വന്നത്? നമുക്ക് നോക്കാം. ഇതെന്തോ വന്ന് കിടക്കുന്നത്. ഒരു ഇമേജ് ആണെന്ന് തോന്നുന്നല്ല. ഇത് ഇമേജ് ആണെന്ന് തോന്നുന്നു. ഒരു ഇമേജ് തന്നെ വന്നത്. പക്ഷെ ഒരു ബ്ലാക്ക് ഡോട്ടേ ഉള്ളു. അപ്പം നമ്മൾ എവിടെയോ ഒരു മിസ്റ്റേക്ക് കാണിച്ചുകൊണ്ടാണ് ആ ഇമേജ് നമുക്ക് വരാഞ്ഞത്. രണ്ടാമത് കാണിച്ച ഇമേജ് തൊട്ടാൽ തന്നെ അത് വരും. അപ്പം നമുക്ക് ഇവിടെ ഇതങ്ങ് റിമൂവ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്ത് പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ. എന്നിട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്തണ്ട. വീണ്ടും ഞാൻ ഇവിടെ എടുക്കുകയാണ്. എന്നിട്ട് ഇമേജ് ഫ്രം വെബ് ബ്ലാക്ക് റോസ് അടിച്ച്, അപ്പം നമുക്ക് ആവശ്യമുള്ള എന്ത് ഇമേജ് അടിച്ചാലും ഇവിടെ വരും. നമ്മളിവിടെ എടുത്തു. അപ്പോൾ ഇവിടെ എടുത്തതിന് ശേഷം ഇനിയാണ് ഒറ്റ ക്ലിക്ക് ചെയ്യാൽ മതി. സെലക്ട് ഇമേജ് ഇത് കൊടുക്കുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയി. പേടിക്കണ്ട. അങ്ങനെ വല്ല ക്യാൻസൽ ആയാലും നമുക്ക് വീണ്ടും ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഫയൽ അവിടെ തന്നെ കിട്ടും. അതാണ്ടേ ആ പൂ അവിടെ വന്നിട്ടുണ്ട്. മനോഹരമായ ആ പൂ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പൂ നമുക്ക് ഇവിടെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ അതിനെ പൊക്കി എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കണം. കണ്ട അല്ല. അപ്പോൾ ഇവിടെയാണ് ആ പൂ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പൂ ഇവിടെ വന്ന സ്ഥിതിക്ക് കണ്ട പൂ ഇനി പൊക്കി അതിന് ഇനി കൊണ്ടുവരണം. താഴെല്ലാം കൊണ്ടുവരണം. കൊണ്ടുവച്ചേ. ഇനി വീണ്ടും ഒരു പടം കൂടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് നമ്മളെ കഴ്സർ ഇരിക്കുന്നത്. അവിടെ കഴ്സർ ഇരിക്കട്ടെ. നമുക്ക് ഒന്നുകൂടി പോവാം. ജസ്റ്റ് ഇമേജ് പോവുക, സെർച്ച് വെബ് എടുക്കുക. നമ്മൾ ബ്ലാക്ക് ഷർട്ട് വെയർഡ് ബോയ്, ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട ഒരു ബോയ് നോക്കട്ടെ. അല്ല, വേറെ കുതിരയാണ് വന്നത്. അപ്പം നമ്മൾ ഒന്നുകൂടി മാറ്റുക. ബ്ലാക്ക് ഷർട്ട് വെയർഡ് ബോയ്. ഓക്കെ. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുക. ഒരു കറുത്ത സ്ഥലത്തിന് ഒരു ബോയ് പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെ പടം ഇതിനകത്ത് ഉണ്ടാകുന്ന നോക്കാം. അപ്പം അങ്ങനെ ഒരു പടം ഒന്നും ഇതിൽ കിട്ടുന്നില്ല. അപ്പം തൽക്കാലം നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു പൂച്ചയുടെ പടം കൊണ്ടുവരാം. ക്ലിക്ക് ചെയ്യുക. അപ്പം അപ്പം ഈ ഇമേജ് ആഡ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കട്ടായി പോകുന്നുണ്ട്. കട്ടായി പോകണമെങ്കിലും നമ്മുടെ ഇമേജ് ഇതിൽ വരും. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഇത് ഓപ്പൺ ആക്കുക. അതിൻ്റെ എന്തൊരു ബഗ്ഗാണ് കേട്ടാ. ഇപ്പം ആ ഇമേജ് വന്നിട്ടില്ല അല്ലേ? നേരത്തെ എടുത്ത ഇമേജ് വന്നില്ല. അപ്പം ഈ ഇമേജ് വരികയും ചെയ്ത്. അങ്ങനെ കുഴപ്പമില്ല. നമ്മൾ ഒന്നും കൂടി ട്രൈ ചെയ്യുക. അല്ല, നമുക്കത് പരാജയപ്പെടുന്നില്ല. നമ്മളപ്പോൾ ഇമേജ് വരുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി നമ്മൾ ട്രൈ ചെയ്യുന്നു. ഇപ്പോൾ സമയമായി. എന്നാലും ഇതൊന്നുകൂടി നോക്കട്ടെ. ഇപ്പോൾ ഒരു വട്ടം കൂടി നോക്കാം. ഇമേജ് ഫ്രം വെബ് ഡോഗ് ഡോഗ്. അതാ ഡോഗ് വന്ന് നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുന്നു. സെർച്ച് ഇൻസൈഡ് ഇമേജാ.
ഇമേജിനകത്തൊന്ന് വീഴുന്നുണ്ട്, പക്ഷെ അത് നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഒന്നും കൂടി നോക്കാം. ഇനി ഓക്കെ, അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജ് നമ്മൾ ഇവിടെ ഗൂഗിളിൽ പോയി എടുക്കുക, ഇങ്ങനെ സെർച്ച് ചെയ്ത് നമുക്കങ്ങ് എടുക്കാം. ഇതായിരിക്കും എളുപ്പം. ഈ ബ്ലാക്ക് ഡോഗ് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് നമ്മളിവിടെ ഇമേജ് കൊടുക്കുക. കുറേ പടം വരുമല്ലോ, ഡോഗ്സിൻ്റെ ഒക്കെ പടം. നമ്മളിപ്പോൾ ഈ ഒരു ഡോഗ്സ് ആണെങ്കിൽ ഈ ഡോഗ്സ് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കോപ്പി ഇമേജ്, ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. അപ്പോൾ ഇമേജ് ഡൗൺലോഡ് ചെയ്യുമല്ലോ. അതിനുശേഷം മറ്റേത് വർക്ക് ആവാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വരിക, ഈ പാട്ടിനടുത്ത് വരിക. ഇപ്പം നമ്മൾ ഇവിടെയല്ലേ നിൽക്കുന്നത്, ഇവിടെ കൊണ്ടുവയ്ക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതാണെന്ന് എളുപ്പം. ഇമേജ് എടുക്കുക, ഫ്രം ഫോട്ടോസ്, ഇതാ കിടക്കുന്ന ഇമേജ് അവിടെ കൊണ്ടുവരിക. അത് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ ഇമേജ് ചെറുതാണ്, നമ്മൾ അതിനെടുത്ത് ഇങ്ങോട്ട് വലുതാക്കുക. അപ്പം എന്നിട്ട് ഇതിനൊന്ന് മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക. കണ്ട വരുന്നില്ലല്ലോ, ആണ്ട പോയി, കണ്ട. അപ്പോൾ ഞെക്കി പിടിച്ചോണ്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ നമ്മളെ അക്ഷരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പതുക്കെ അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ 2 ഇമേജ് അലമ്പായി പോയി. അപ്പോൾ ഇതിനെ ഒന്നും കൂടി ഇങ്ങനത്തെ കൊണ്ടുവരാം. ഇനി താഴോട്ട് കൊണ്ടുവച്ച് കുറച്ചുകൂടി താഴോട്ട് കൊണ്ടുവരാം. അത് പറ്റൂല. അപ്പം നമ്മളിത് വലുതാക്കി ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പം ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഇതിങ്ങനെ ഞെക്കി പിടിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവെക്കാം. കണ്ടാ, ഇപ്പം 2 ഇമേജ് ഒരേ കണക്കായി. അപ്പോൾ ഇതിൻ്റെ വെച്ച് വലുപ്പിച്ച് കൂടി കൊടുക്കുക. ആ ഇമേജ് അവിടെ വന്നു. അപ്പോൾ ഇനി ഇതിനെ പൊക്കി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ. അപ്പോൾ ഏകദേശം 2 ഇമേജും ഒരേ കണക്കായില്ല. ഇത് ഇച്ചിരി നമ്മൾ പിടിച്ച് അലൈൻമെൻറ്റ് ചെയ്യണം. ഇത് അവസാനം ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇമേജ് ആഡ് ചെയ്യുന്നത്. ഇതിനൊക്കെ നമുക്ക് ടേബിൾ ആഡ് ചെയ്യാം. ടേബിൾ ആണെങ്കിൽ അറിയാലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ടേബിൾ വയ്ക്കുക. ടേബിളിന് എത്ര കോളം വേണം, എത്ര റോ വേണം. കോളം എന്ന് വെച്ചാൽ കുത്തനെ ഉള്ളത്, റോ എന്ന് പറഞ്ഞാൽ വരികൾ, ഹൊറിസോണ്ടൽ. പിന്നെ ഇവിടെ 3 3 ഹൊറിസോണ്ടൽ കോളമാണ് വയ്ക്കുന്നതെങ്കിൽ അതിവിടെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട മനോഹരമായ ഒരു ടേബിൾ ഇവിടെ വരും. ടേബിൾ വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുക, അത് പോകും. കണ്ട. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.